പിറവം മുനിസിപ്പാലിറ്റി 4-ാം ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി സോജൻ ജോർജാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. എന്താണ് അദ്ദേഹത്തിന് പറയുന്നുള്ളത് കേൾക്കാം. പിറവം നഗരസഭയിലെ 4-ാം ഡിവിഷനിൽ നിന്നും ജനവിധി നേടുന്ന വിവരം ഇതിനകം തന്നെ പ്രിയപ്പെട്ട വോട്ടർമാർ അറിഞ്ഞു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഡിവിഷനിലെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഞാൻ തുടക്കം കുറിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പാമ്പറപ്പടി പടിപ്പുര കക്കാട് റോഡ് ടാറിട്ടിട്ടുണ്ടെങ്കിൽ പോലും റോഡ് എപ്പോഴും താറുമാറാകുന്നു. ആധുനിക രീതിയിൽ 35 ലക്ഷം രൂപ മുടക്കി ആ റോഡ് കട്ട നിരത്തി നിർമ്മിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതോടൊപ്പം തന്നെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഏതാണ്ട് വിവിധ ഡിവിഷനുകളായി 300-ൽ പരം കുടുംബങ്ങളുണ്ട്. അവർ പാഴൂര് അമ്പലപ്പടിക്കൽ കടത്ത് കടന്നാണ് അവിടെ റേഷൻ വാങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടുകൂടി പൊതുവിതരണ രംഗത്ത് ഒരു സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനത്തിന് തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടുത്തെ പൊതുവായ നിലനിൽക്കുന്ന ഒരു സ്കൂളുണ്ട്, കക്കാട് സ്കൂൾ. കക്കാടുകാരുടെ അഭിമാനമാണ് കക്കാട് സ്കൂൾ. ആ സ്കൂൾ ഒരു ഹൈടെക് രീതിയിലേക്ക് നിർമ്മിക്കുകയും അവിടെ സ്കൂളിലെ കുട്ടികൾക്ക് ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള ഒരു പ്രവർത്തനം നടത്തണമെന്നാണ് ഒരു ജനപ്രതിനിധിയായി മാറി വന്നാൽ എനിക്ക് ചെയ്യുവാൻ കഴിയും എന്ന ഒരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. അതിനെല്ലാം ഉപരിയായി ആ ഡിവിഷനിലെ ലോകം മുഴുവനും അറിയുന്ന ഒരു സ്ഥലമാണ് പാഴൂ പടിപ്പുര. ആ പാഴൂ പടിപ്പുറ കക്കാട് പിറവം മൂവാറ്റുപുഴ വഴി ഒരു KSRTC സർവീസ് 20 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. ആ പ്രദേശത്തെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ആ KSRTC ബസ് വന്നിട്ടുണ്ടെങ്കിൽ ആ KSRTC ബസ് പുനരാരംഭിച്ചാൽ അവിടുത്തെ ഗതാഗത പ്രശ്നവും പരിഹരിക്കാൻ കഴിയും. അതിനെല്ലാം ഉപരിയായി ആ ഡിവിഷനിൽ ഏതാണ്ട് 100 കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ അധിവസിക്കുന്ന പ്രദേശമാണ്. അവർക്ക് 100 ദിനം തൊഴിലുറപ്പ് മേഖലയിൽ തൊഴിൽ കൊടുക്കാൻ കഴിയണം. അതിനെല്ലാം ഉപരിയായി സാമൂഹിക സുരക്ഷാ പെൻഷൻ വിധവകളുടെയും കർഷക തൊഴിലാളികളുടെയും എല്ലാം പെൻഷൻ സമയബന്ധിതമായി നൽകുകയും മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ അപേക്ഷകൾക്ക് തീർപ്പ് കൽപ്പിക്കുക. അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തൊട്ടടുത്ത വാർഡിൽ കൂടി കടന്നു പോകുന്ന തൂക്കുപാലം, ആ തൂക്കുപാലത്തിൻ്റെ പണിയും പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു വികസന പ്രവർത്തനത്തിനാണ് ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ സോജൻ ജോർജ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ, പഞ്ചായത്ത് മെമ്പറായി, മുനിസിപ്പൽ കൗൺസിലറായുള്ള അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് കറ്റ ഏന്തിയ കർഷക സ്ത്രീ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.